പടിഞ്ഞാറേക്കല്ലടയിലുള്ള മിഥുന്റെ വീട്ടിലാണ് ഞാനുള്ളത്. മിഥുന്റെ വീട്ടിലെ ആളുകളുടെ സങ്കടവും ആ വീടിന്റെ അവസ്ഥയുമൊക്കെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകൾ കണ്ടതാണ്. എന്തായാലും ആളുകളൊക്കെ ധാരാളമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബന്ധുക്കളും നാട്ടുകാരും മറ്റ് ജനപ്രതിനിധികളും സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മിഥുന്റെ രണ്ട് സുഹൃത്തുക്കളുമുണ്ട് എന്നോടൊപ്പം. മിഥുന്റെ കൂടെ പഠിക്കുന്നതാണോ? ഇതിന്റെ കൂടെ പഠിക്കുന്നതല്ല, ഒരുമിച്ച് ട്യൂഷനുള്ള. ഇന്നും രാവിലെ വന്നായിരുന്നു? ട്യൂഷൻ വന്നായിരുന്നു. ട്യൂഷൻ ഒരുമിച്ച് ബസ്സിൽ കയറി പോകുന്നു. മോൻ എവിടെയാ പഠിക്കുന്നത്? സ്കൂളാണോ? JMHS ഭരണിക്ക. കഴിഞ്ഞാണോ സ്കൂൾ? അല്ലല്ല, ശാസ്താംകോട്ടയിലോട്ട് പോകുന്ന റൂട്ടാ. ഫുട്ബോളൊക്കെ കളിക്കാൻ? ഫുട്ബോൾ ടീമിലുണ്ട്. തേവലക്കര സ്കൂൾ ഫുട്ബോൾ ടീമിലുണ്ടാവും. NCC ഉണ്ടോന്ന് അറിയില്ല. രാവിലെ തന്നെ അറിഞ്ഞായിരുന്നു. സ്കൂളിൽ പോയപ്പോ ന്യൂസ് കാണിച്ചു ടീച്ചർ. അറിയാവോന്ന് വെച്ചപ്പോ അറിയാവുന്ന. ഇത്തരത്തിൽ മിഥുന്റെ കൂട്ടുകാര്, മിഥുന്റെ കൂടെ ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഃഖകരമായ സങ്കടകരമായ അവസ്ഥയാണുള്ളത്. ആ മിഥുന്റെ അച്ഛന്റെ അമ്മയുടെ സങ്കടം, കരച്ചിൽ ആർക്കും കേൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കാണുന്നത് നമുക്ക് അവിടേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അത്രമേൽ സങ്കടകരമായ അവസ്ഥയാണ്. ആ അമ്മ, അച്ഛന്റെ അമ്മ കരഞ്ഞ് തളർന്നു കിടക്കുന്ന അവസ്ഥയാണ്. അവരുടെ സ്നേഹമുള്ളവരെയും അവരുടെ ബന്ധുക്കളെയും അവർക്ക് അടുപ്പമുള്ളവരെയൊക്കെ കാണുമ്പോൾ അവരുടെ കൊച്ചുമകൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറക്കെ നിലവിളിച്ച് കരയുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറയുന്നത് പോലെ മിഥുന്റെ അമ്മ വിദേശത്ത് പോയതിനു ശേഷം അച്ഛമ്മയാണ് കൂടുതലായി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുകയും അവർക്ക് സ്കൂളിൽ പോകാൻ നേരം ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അച്ഛമ്മയാണ്. ഇന്ന് രാവിലെയും യാത്ര പറഞ്ഞ് പോയതാണ്. വൈകുന്നേരം നേരത്തെ എത്തിയേക്കാം എന്നാണ് അച്ഛമ്മയ്ക്ക് കൊടുത്ത വാക്ക്. പക്ഷേ ആ വാക്ക് പാലിക്കാൻ വേണ്ടി മിഥുനില്ല. പ്രജീഷ് ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ ഒരു സിസ്റ്റത്തിന്റെ കുറ്റം കാരണം, തെറ്റ് കാരണം ഒന്നും അറിയാത്ത ഒരു 13 വയസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ അവൻ അത്യാവശ്യം ബുദ്ധിയുള്ള നല്ല കാര്യപ്രാപ്തിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. ഒരുപക്ഷെ അവൻ അത്ര റിസ്ക് എടുത്ത് ആ ചെരുപ്പ്, ഒരു 10-200 രൂപയുടെ ചെരുപ്പായിരിക്കാം, ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അവൻ പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അവന്റെ വീട്ടിലെ കഷ്ടപ്പാടായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. ആ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി അവന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയുമൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ചിന്ത ആയിരിക്കാം അവനെ നയിച്ചത്. എന്തായാലും അതിദാരുണമായ സംഭവമായി പോയി. ആ ഞെട്ടലിൽ നിന്ന്, ആ വിങ്ങലിൽ നിന്ന് പടിഞ്ഞാറേക്കല്ലടയിലെ ഈ ഒരു അതിസാധാരണമായ മനുഷ്യർ ഒന്നിച്ചു ജീവിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ അത് വിശ്വസിക്കാനായിട്ടില്ല. അവർ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടുമില്ല.